ഹായ് ഹലോ. അപ്പം ഞങ്ങൾ തുടരും മൂവി കണ്ടിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞ ഒരുപാട് പ്രതീക്ഷകളോടെ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷനോടെ ഇരുന്നൊരു പടം തന്നെയാണ്. ഹിറ്റുകൾ മാത്രം സമ്പാദിച്ചിട്ടുള്ള ഒരു രണ്ട് ജോഡികളാണല്ലോ ഈ മോഹൻലാലും ശോഭനയും. നാടോടിക്കാറ്റ്, മിന്നാരം, എന്താ പറയുക, തേന്മാവിൻ കൊമ്പത്ത്, അങ്ങനെ ഫുൾ അവർ അഭിനയിച്ച മിക്ക പടങ്ങളും ഹിറ്റാണ്. അപ്പം ആ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. എന്താ പറയണത്, ഈ ഒരു ഫിലിം കാണാൻ വരാനുള്ള ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പം സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ആ എക്സ്പെക്റ്റേഷൻ എനിക്ക് തകർന്നിട്ടില്ല. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. എനിക്ക് സെക്കൻഡ് ഹാഫിന് ശേഷമാണ് ഭയങ്കരമായിട്ട് പടം ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട്, ഭയങ്കര ത്രില്ലായിട്ട്, എന്താ പറയണത്, ഈ ഒരു പടം ഫാമിലി പടം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണെന്നും പറയാം. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടുതലൊരു സസ്പെൻസ് ത്രില്ലർ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പടമാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിന് ശേഷം മോഹൻലാലിൻ്റെ നല്ല മാസ് സീൻസും കാര്യങ്ങളും ഉണ്ട്. കുറേ നാളിന് ശേഷമാണ് മോഹൻലാലിൻ്റെ അങ്ങനെ ഒരു മാസ് സീനും കാര്യങ്ങളൊക്കെ വന്നത്. എനിക്കിഷ്ടമായി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ലാലേട്ടൻ്റെ എന്താ പറയുക, കോട്ട് സൂട്ടിനെക്കാളും എനിക്ക് പേഴ്സണലി ലാലേട്ടൻ നല്ല മുണ്ടൊക്കെ ഉടുത്ത് നല്ല ഷർട്ടൊക്കെ ഇട്ട് എൻ്റെ മുണ്ടൊക്കെ മടക്കി കുത്തിയുള്ള സ്റ്റണ്ടാണ് എനിക്കിഷ്ടം. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മാസ് പടം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. നല്ല മാസമായിട്ട് നല്ല ഇതായിട്ട് എടുത്തിട്ടുണ്ട്. സ്റ്റോറിയും കൊള്ളാം. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് സസ്പെൻസ് ഒക്കെ നമുക്കുണ്ട്. നമുക്ക് സെക്കൻഡ് ഹാഫിന് ശേഷമാണ് പടം ഭയങ്കര മൂവിങ് ആയിട്ട് പോകുന്നത്. അപ്പം അതുവരെ എനിക്കൊന്നും മനസ്സിലായൊന്നുമില്ല. ഞാൻ എന്താ പറയണത്, അവസാനം വരെ എനിക്ക് ആ ഒരു സസ്പെൻസ് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം പടം തിയേറ്ററിൽ പോയി കാണാൻ, എന്താ പറയുക, കണ്ട് രസിക്കാൻ പറ്റുന്ന പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നമുക്ക് തിയേറ്ററിൽ പോയി ഒരു വൺ ടൈം വാച്ച് എന്നുള്ള ലെവലിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. പിന്നെ ഇതിൽ എനിക്ക് കുറച്ചൊരു നമ്മളിപ്പം പറഞ്ഞല്ലോ, നമുക്ക് തിയേറ്ററിൽ പോയി കണ്ട് ഇഷ്ടപ്പെടാവുന്ന ഒരു പടം തന്നെയാണ്. ധൈര്യമായിട്ട് പോയി കാണാം, ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഇമോഷൻസ് ഉണ്ട്, നല്ലൊരു പടം. പിന്നെ കുറച്ച് എനിക്ക് ഫീൽ ചെയ്ത 1-2 നെഗറ്റീവ് കാര്യങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, ഫസ്റ്റ് ഹാഫിലുള്ള വരെയുള്ള കാര്യങ്ങൾ. അതിൽ കുറച്ച് എന്താ പറയുക, ഒരു ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് തോന്നിയായിരുന്നു. ഒരു ഫാമിലിക്കകത്ത് നടക്കുന്ന ഒരു ശോഭന കുറച്ച് എന്താ പറയണത്, ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ശോഭനയുടെ ആ പഴയ ഒരു അഭിനയത്തിൻ്റെ ആ ഒരു എനിക്കത് എവിടേക്കോ അത്ര വന്നില്ല എന്ന് എനിക്ക് തോന്നി. അതെൻ്റെ പേഴ്സണൽ ഒരു കാര്യമാണ്. കുറച്ച് ഓവറായിട്ട് പോയോ എന്നുള്ള ഒരു സംശയം. അത് ഫസ്റ്റ് ഹാഫിൽ പലരുടെയും ഭാഗത്തുനിന്ന് എനിക്കത് ഫീൽ ചെയ്ത് ഒരു ഓവറായിട്ടുള്ള ഒരു ആക്ടിങ്ങും കാര്യങ്ങളും തോന്നി. ഇടയ്ക്കിടയ്ക്ക് മോഹൻലാലിൻ്റെ അടുത്തുനിന്നും എനിക്കത് വന്നിട്ടുണ്ട്. അത് ഒരിക്കലും ആർട്ടിസ്റ്റുകളുടെ കുഴപ്പമായിട്ട് ഞാനതൊരിക്കലും പറയില്ല. അത് ഡയറക്ഷൻ്റെ കുഴപ്പമായിട്ട് ഞാനത് കൺസിഡർ ചെയ്യുള്ളൂ. ഡയറക്ടർ തലയിലേ കൊണ്ട് വെക്കുകയുള്ളൂ. കാരണം ഇതെല്ലാം നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവരുടെ അടുത്ത് എങ്ങനെയാണോ ചെയ്യാൻ പറയുന്ന ആ ഒരു രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പം എനിക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ പലയിടത്തും ഒരു ഇച്ചിരി ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തു, കുറച്ച് ഓവർ ആക്ടിങ് ഫീൽ ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് ഒരു സീനുണ്ട്, ലാലേട്ടൻ ഇങ്ങനെ ഒരു അലറുന്ന ഒരു സീനുണ്ട്. അത് എന്താ പറയണത്, ആ ലാലേട്ടൻ്റെ പഴയ ഒരു അതെനിക്ക് മിസ് ചെയ്തു കേട്ടോ. എനിക്ക് എവിടേക്കോ ലാലേട്ടൻ്റെ ചെറിയ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു ചെറിയ എനിക്ക് എവിടെയൊക്കെ തോന്നി. ആ ഒരു അലറുന്ന ഒരു സീനും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തു. അത് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഹാഫിന് ശേഷമൊക്കെ ഭയങ്കര നല്ല ഇൻട്രസ്റ്റഡ് ആണ്. ഒരു 2 സീനുണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് രോമാഞ്ചം വന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയണത്, എനിക്ക് പേഴ്സണലി ഈ സിനിമ എനിക്ക് വർക്കായി കേട്ടോ. എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇച്ചാൻ എന്താ പറയാനുള്ളത്? എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടം. അതായത് ഇപ്പം എങ്ങനെ പറയാൻ, നമുക്കറിയാം ഈ പടം ഒരു നോർമൽ ഒരു എന്താ പറയുക, ഭയങ്കര ബഡ്ജറ്റ് പടമോ ഒന്നുമല്ല. ഞാൻ ബഡ്ജറ്റ് പടം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് മുടക്ക് മുതൽ എടുത്ത് നമ്മൾ ചെയ്യുന്ന പടത്തിനേക്കാളും ഒക്കെ പടം കൊള്ളാം. ഞാൻ ഏതൊക്കെ പടമാണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. ലാലേട്ടൻ്റെ തന്നെ ഇതിനു മുമ്പ് ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയ്ക്ക് വളരെയധികം നിലവാരം ഉണ്ട്. അതായത് വെറുതെ ഒരു സ്ലോ മോഷൻ കാണിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. അത് തെളിയിച്ച ഒരു പടം ഇതാണ്. കാരണം നമുക്ക് ഒരു ചെറിയ കഥ, സിമ്പിൾ കഥയാണ്, സസ്പെൻസ് ത്രില്ലറാണ്, പക്ഷെ കഥ സിമ്പിൾ കഥയാണ്. കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ടാണ് പോകുന്നത്. നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ക്ലീൻ. ഇതിലങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ അയ്യോ അതെങ്ങനെ ഇതെങ്ങനെ ലോജിക്കൽ അത് ശരിയാവില്ല ഇത് ശരിയാവില്ല, ഒരു കൺവിൻസിങ് ആയിട്ട് തന്നെ കഥ മുന്നോട്ട് പോകും. ലാലേട്ടനാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ആ ഒരു മാസ് ലാലേട്ടനാണോ കോമഡി ലാലേട്ടനാണോ നമുക്ക് അറിഞ്ഞൂടെ, രണ്ടും കൂടെ മിക്സാണ്. ഒരു മിക്സ് ലെവലിലാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് കഥയിലോട്ട് പോകും. അത് കോമഡിയും കാര്യങ്ങളൊന്നുമില്ല, ഫുൾ കഥയാണ്. ഫുൾ ആ ഒരു ത്രില്ലിങ് ലെവലിൽ തന്നെ പോകും.
അപ്പോൾ പടം ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു നമ്മളിപ്പോൾ മാസ് പടത്തിന് മാസ് പടം ഇപ്പോഴും ഇറക്കണം അങ്ങനെയല്ല. മാസ് പടത്തിന് നമുക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അല്ലാതെ വെറുതെ സ്ലോ മോഷനും വെറുതെ ലോജിക്ക് ഇല്ലാത്ത കുറേ കാര്യങ്ങളും ചുമ്മാ കുറേ അണ്ടർവേൾഡും കുറേ തോക്കും കുറേ വണ്ടികളും കാണിക്കുന്നത് കൊണ്ട് മാസാവൂല എന്നുള്ളതാണ് ഈ സിനിമയുടെ തെളിയിൽ. ഇതിലൊന്നുമില്ല. പിന്നെ ആ വണ്ടി പ്രാന്തന്മാരുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വണ്ടി എന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് വിൻറ്റേജ് സ്റ്റൈൽ വണ്ടികളൊക്കെ എനിക്ക് ഇഷ്ടമായി. ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതിലൊരു അംബാസഡർ ഉണ്ട്. ആ അംബാസഡർ മാർക്ക് 1 ആണ്, പഴയ വണ്ടിയാണത്. അംബാസഡർ മാർക്ക് 1, അതായത് ഫസ്റ്റ് ജനറേഷൻ ആദ്യമൊക്കെ ഇറങ്ങിയ വണ്ടിയാണത്. അത് നല്ല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് ഭയങ്കരമായ ഒരു പ്രാധാന്യമുള്ള സിനിമയാണ്. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടം. വണ്ടി ഭയങ്കര കിളിയാം, സൂപ്പർ. ആ ഒരു എല്ലാം കാണിച്ചിരിക്കുന്ന നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടനും വണ്ടിയും ആ ഒരു കോംബോ തന്നെ കിടിലമാണ്. ലാലേട്ടൻ പണ്ടാണെങ്കിൽ നമ്മൾ ബുള്ളറ്റ് എന്ന് പറയാം, ബുള്ളറ്റും ലാലേട്ടനും. ഇതിപ്പം ലാലേട്ടനും ഈ അംബാസഡർ കാറും അതിനൊരു ഒരു ഒരു കോംബോ ഉണ്ട് അവിടെ. ആ ഒരു കോംബോ നമ്മൾ മറക്കൂല. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അത് ആലോചിച്ച് അങ്ങനെ ആ ഒരു ഫീൽ നമുക്ക് നിൽക്കും. അപ്പം എല്ലാവരും പോയി കാണേണ്ട പടമാണ്. കൊള്ളാം, നല്ല പടം. ലാലേട്ടൻ്റെ നമ്മളിപ്പം പ്രതീക്ഷിക്കുമല്ലോ, ലാലേട്ടൻ്റെ പടം ഇറങ്ങി. നമ്മൾ പണ്ട് പറയണ പോലെ അത് ഈ സിനിമയിലുണ്ട്. ഭയങ്കര കിടിഞ്ഞ സ്ക്രിപ്റ്റ്, മറ്റേത് മറിച്ചതൊന്നും അല്ല. സിനിമ നല്ല സിനിമ, കണ്ടുകൊണ്ടിരിക്കാം, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല രസമുള്ള പടം.